ഇംഗ്ലീഷിൽ ഒരു പ്രോവർബുണ്ട്. എ പിക്ചർ ഈസ് വർത്ത് 100 വേർഡ്സ്. ഒരു പടം 100 വാക്കുകൾക്ക് തുല്യമാണ് എന്നാണ് ആ പ്രോവർബിൻ്റെ അർത്ഥം. അതായത് 100 വാക്കുകൾ കൊണ്ട് നമ്മൾ ഒരു കാര്യം വിശദീകരിച്ചാൽ അത് കേൾക്കുന്ന ആൾക്ക് കിട്ടുന്ന ഇഫക്റ്റ് ഒരു പടം ഒരു നോക്ക് കാണുമ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആ 100 വാക്കുകൾ കൊണ്ട് വിവരിച്ച കാര്യങ്ങൾ ഒരു പടത്തിൽ നിങ്ങളാക്കിയിട്ട് ആ പടം ഒരു നോക്ക് കണ്ടാൽ 100 വാക്കുകൾ കൊണ്ട് കേട്ട ഇഫക്റ്റ് ഉണ്ടാകുമെന്ന്. ഇത് പഠന മേഖലയിൽ, പഠിപ്പിക്കുന്ന മേഖലയിൽ എന്ന് വേണ്ട എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കാവുന്ന ഒന്നാണ്. വിശുദ്ധ ബൈബിളിലൊക്കെ ഇതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് പഠന മേഖലയിലേക്ക് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിലൊക്കെ ഒരു ബോർഡ് നമ്മൾ കാണും. ആ ബോർഡിൽ എഴുതിയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ബോർഡില്ലാതെ പഠിപ്പിക്കാൻ പറ്റുമോ? പറ്റും. ഇപ്പോൾ ചാനലിലൊക്കെ ബോർഡ് വെച്ചിട്ടല്ലല്ലോ നമ്മൾ ടോക്ക് റെക്കോർഡ് ചെയ്ത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു ബോർഡിൽ നമ്മൾ എഴുതി പഠിപ്പിക്കുമ്പോൾ അതിന് വ്യത്യാസമുണ്ട്. കൂടുതൽ അത് ഇഫക്റ്റീവാകും. നമ്മുടെ ബ്രെയിനിൽ അത് കൂടുതൽ കാലം റെക്കോർഡ് ചെയ്ത് നിൽക്കും. ഏത് കാര്യവും ബ്രെയിനിൽ ഒരിക്കൽ റെക്കോർഡ് ചെയ്തത് മരിക്കുന്നത് വരെ ആ വ്യക്തിയിലുണ്ടാകും. പക്ഷേ അത് ബോധമനസ്സിലേക്ക് വരുന്നതിനുള്ള താമസമുണ്ട്. കണ്ട കാര്യങ്ങൾ ബോധമനസ്സിലേക്ക് വേഗം വരും. ബോധമനസ്സിൽ കിടക്കുന്നുണ്ടാവില്ല. പഴയ കാര്യങ്ങളൊക്കെ ഉപബോധ മനസ്സിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. അത് ബോധമനസ്സിലേക്ക് പെട്ടെന്ന് വരും. കണ്ട കാര്യങ്ങൾ, കേട്ട കാര്യങ്ങൾ വരുന്നതിനേക്കാൾ മുമ്പ്. പണ്ട് നമുക്ക് റേഡിയോ ആയിരുന്നു. റേഡിയോ കേൾക്കുക എന്ന് പറയുന്നത് കുട്ടികളുടെ ഇടയിലും എല്ലാവരുടെ ഇടയിലും ഒരു ഹരം തന്നെയായിരുന്നു. എന്നാൽ TV വന്നപ്പോൾ അതിനുള്ള സ്വീകാര്യത 1000 മടങ്ങൊക്കെ വർദ്ധിച്ചു. എന്താ കാരണം? TV-യിൽ കേൾക്കുക മാത്രമല്ല, കാണുക കൂടി ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് TV-യുടെ സ്വീകാര്യത റേഡിയോയുടെ സ്വീകാര്യതയേക്കാളൊക്കെ വളരെയേറെ ഉയർന്നത്. പല കുട്ടികളും പല മനുഷ്യരും TV-യുടെ മുന്നിൽ വെറുതെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവർ എത്രയോ പേരാണ്. ഒരു അഡിക്ഷൻ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ കാഴ്ചയ്ക്ക് നമ്മളെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഞാനൊരു കാര്യം ഇങ്ങനെ ചിത്രീകരിക്കുകയാണ് എന്ന് വിചാരിക്കുക. യേശുവിൻ്റെ പാടുപീഡകൾ, ചെമ്മട്ടിയടികൾ, അങ്ങനെയുള്ള കുരിശുമരണം, ഇതെല്ലാം ഒരാൾ വിവരിക്കുകയാണ്. അപ്പോൾ വിവരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ കുറച്ച് പേരുടെ കണ്ണുകളിൽ നിന്നൊക്കെ വെള്ളം വേണമെങ്കിൽ വരാം, അവരുടെ മുഖഭാവമൊക്കെ വ്യത്യാസം ഉണ്ടാവാം. എന്നാൽ ഇതേ കാര്യം തന്നെ നിങ്ങൾ ഒരു സിനിമയിൽ കാണുമ്പോൾ പലരും എന്നല്ല എല്ലാവരും തന്നെ കരയുകയോ വാവിട്ട് കരയുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ ആ ദൃശ്യ മാധ്യമത്തിന് കേൾക്കുന്ന മാധ്യമത്തെക്കാൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പലർക്കും ഈ സ്ക്രീൻ അഡിക്ഷനൊക്കെ വരുന്നത്. അതൊരു അഡിക്ഷനായി മാറുകയാണ്. സ്ക്രീൻമേൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അതിന്മേലൊക്കെ നമുക്കൊരു കൺട്രോൾ വേണ്ടതാണ്. എന്തായാലും ഒരു ചിത്രം 100 വാക്കുകളേക്കാൾ ബലവത്താണ് എന്ന്
നമ്മുടെയൊക്കെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഒരു അധ്യാപകൻ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ചിത്രങ്ങൾ വരച്ചും ഫോർമുലകൾ എഴുതിയും ഒക്കെ പഠിപ്പിക്കണം. അതൊക്കെ അവിടെ ഇങ്ങനെ കിടക്കണം. ചിലരുണ്ട് എഴുതി മാച്ച് കളഞ്ഞു പോരാ, അതവിടെ കിടക്കണം. അപ്പോൾ പല പ്രാവശ്യം കാണുകയാണ്. ഇന്നലെ ഒരു കുട്ടി വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ കംപ്ലയിൻറ്റ് പറയുന്നുണ്ടായിരുന്നു. ഒരു അധ്യാപകൻ എഴുതിയ കാര്യം അപ്പോൾ തന്നെ മായ്ക്കും. ഒരു ഭാഗത്ത് എഴുതി, അങ്ങനെ ഞങ്ങളൊക്കെ പരിശീലിപ്പിക്കുന്നത് എങ്ങനെയാണ്, ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ എഴുതി അതവിടെ കിടക്കുന്നത് കഴിയുമ്പോൾ അതിൻ്റെ അടുത്ത ഭാഗത്ത്, ഞാൻ എപ്പോഴും വലത് ഭാഗത്തുനിന്ന് ഇടത് ഭാഗത്തേക്കാണ് ബോർഡ് എഴുതുക. അപ്പോൾ വലത് ഭാഗത്ത് ഒരു കോളം എഴുതി, അത് കഴിഞ്ഞാൽ അടുത്തതിലേക്ക്, അത് കഴിഞ്ഞ് അങ്ങനെ 4 കോളമൊക്കെ നമുക്കൊരു ബോർഡുമേ, വലിയൊരു ബോർഡുമേ ചെയ്യാൻ പറ്റും. 6 അടി നീളമുള്ള ഒരു ബോർഡുമേ നമുക്ക് ചെയ്യാൻ പറ്റും. അത് കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ ആദ്യത്തെ ഭാഗം മായ്ക്കുകയുള്ളൂ. അപ്പോൾ ആ സമയം മുഴുവൻ അത് ബോർഡിന്മേൽ കിടക്കുകയും കുട്ടികൾ അതിന്മേൽ നോക്കുകയും ഒക്കെ ചെയ്യുന്നത് അവരുടെ മനസ്സിൽ അത് നന്നായി പതിയുന്നതിന് സഹായിക്കും. ഒരു അധ്യാപകൻ്റെ ബോർഡ് വർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ബോർഡ് വർക്ക് അദ്ദേഹം പറയുന്നത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ബോർഡ് വർക്കാണ്. ഞാനൊക്കെ അധ്യാപകരെ തിരഞ്ഞെടുക്കുമ്പോൾ ബോർഡ് വർക്കിന് പ്രത്യേകമായിട്ട് മാർക്ക് കൊടുക്കാറുണ്ട്. കുട്ടികളോടും അതുപോലെ തന്നെ പറയും, നിങ്ങളുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ്റെ ബോർഡ് വർക്കിനെ ഒന്ന് വിലയിരുത്തും. വളരെ ക്ലിയറായിട്ട്, ഭംഗിയായിട്ട്, അടുക്കും ചിട്ടയുമായിട്ട് എഴുതുക. ചിലരുണ്ട് ഇവിടെ എന്തെങ്കിലും എഴുതി, ഇവിടെ ഇങ്ങനെ എഴുതി, ഇവിടെ ഇങ്ങനെ എഴുതി, അങ്ങനെ പലയിടത്തായിട്ട് എഴുതി, എന്ത് എവിടെയാണെന്ന് അറിയാൻ പറ്റില്ല. അത് അടുക്കും ചിട്ടയുമായിട്ട് ഇങ്ങനെ കഷ്ണങ്ങൾ ആയിട്ട് അതിനെ എഴുതി. നല്ല ബോർഡ് വർക്ക് ഒരു കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് ഏറെ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ പടം വരയ്ക്കൽ, ധാരാളം പടങ്ങൾ വരയ്ക്കണം. നമ്മളൊരു കാര്യം പറയുമ്പോൾ പറ്റുമെങ്കിൽ അതൊരു പടത്തിൻ്റെ രൂപത്തിലാക്കുക. ഞാൻ കുട്ടികളോട് പറയാറുള്ളൊരു കാര്യം ഇതാണ്, നിങ്ങളെ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ, ഫിസിക്സിൽ പ്രത്യേകിച്ച് ഒരു പ്രോബ്ലം വായിക്കുമ്പോൾ അതിനൊരു പടം വരയ്ക്കുക. ആ പടം വരച്ചതിന് ശേഷം അത് നിങ്ങൾ നോക്കുമ്പോൾ കുറേ കൂടി ക്ലാരിറ്റി കിട്ടും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫിസിക്സിൽ പ്രത്യേകിച്ചും പടം വരയ്ക്കുക. അതുപോലെ ഒരു ചോദ്യത്തിന് ഉത്തരം നമുക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കാം. കിട്ടിയില്ല എങ്കിൽ പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ആ ഉത്തരമുണ്ട്, ആ കാര്യത്തിലൊരു സംശയമില്ല. നിങ്ങൾ കണ്ടതോ കേട്ടതോ വായിച്ചതോ ആയിട്ടുള്ളൊരു കാര്യം അത് നിങ്ങളുടെ ഉള്ളിലുണ്ട്, എങ്ങും പോയിട്ടില്ല. അത് ബോധമനസ്സിലേക്ക് വരണം. അതിന് അല്പം സമയം പിടിക്കും. ഓർമ്മശക്തി കൂടുതലുണ്ടെങ്കിൽ വേഗം വരും, ഇല്ലെങ്കിൽ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ നമുക്ക് കിട്ടാതെ വരുമ്പോൾ ഞാൻ കുട്ടികളോട് പറയുന്ന ഒരു കാര്യം ഇതാണ്, നിങ്ങൾ ആ ക്ലാസ് റൂമിലേക്ക് പോവുക. നിങ്ങളുടെ ഭാവനയിൽ ഇത് പഠിപ്പിച്ച അധ്യാപകൻ്റെ ആ ക്ലാസ് റൂമിലേക്ക് പോവുക. ആ ക്ലാസ് റൂമിൽ ആ അധ്യാപകനെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, അദ്ദേഹം ആ ക്ലാസ്സിൽ അത് അവതരിപ്പിക്കുന്ന സമയമൊക്കെ നിങ്ങൾ വീണ്ടും ഭാവനയിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് നമുക്ക് ഓർമ്മ വരും. ആ പിക്ചറാണ് വേഗത്തിൽ ഓർമ്മ വരിക, കേട്ടതല്ല. അതിനേക്കാൾ കൂടുതൽ പിക്ചറാണ് ഓർമ്മ വരിക. കാരണം കണ്ണ് കൂടുതൽ ശക്തമായ ഇന്ദ്രിയമാണ്. ചെവിയേക്കാൾ വളരെ ശക്തമായ ഇന്ദ്രിയമാണ് കണ്ണ്. കൃത്യമായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട്, കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാകുന്നു എന്നാണ്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ അത് ശരീരം മുഴുവൻ പ്രകാശിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. കണ്ണിൻ്റെ പ്രാധാന്യം ഏറെ വിശദീകരിച്ച് ബൈബിളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഉദാഹരണം പഠിപ്പിക്കുന്ന. ഇനി പഠിക്കുന്ന കുട്ടിയും അതുപോലെ തന്നെ അത് പുസ്തകം നോക്കി പഠിക്കുമ്പോൾ പുസ്തകം നോക്കാതെയും പഠിക്കാം, റിക്കളക്ട് ചെയ്ത് പഠിക്കാം. അത്
ആദ്യം നോക്കി പഠിച്ചതിന് ശേഷമാണ് റിക്കളക്ട് ചെയ്ത് പഠിക്കുന്നത്. അതാണ് ഏറ്റവും സൂപ്പറായിട്ടുള്ളത്. നോക്കി പഠിച്ചതിന് ശേഷം നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിക്കളക്ട് ചെയ്യുന്നു. അത് ഉപബോധ മനസ്സിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ്. ഉപബോധ മനസ്സിൽ നിന്ന് കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങനെ പുറത്തേക്ക് എടുക്കുകയാണ്. റിട്രീവ് എന്ന് പറയും അതിന്. റിട്രീവ് എന്ന് പറയും. റിട്രീവർ എന്ന് പറയുന്ന ഒരു വിഭാഗം പട്ടികളുണ്ട്. അത് നായാട്ടിന് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ മീൻ വെടിവെച്ചാൽ പട്ടി ചാടി ആ മീനിനെ എടുത്തു കൊണ്ടുവരും. ഒരു മൃഗത്തിനെ വെടിവെച്ചാൽ വെടി കൊണ്ട ഉടനെ അത് അവിടെ വീഴില്ല, അത് ഓടും. എവിടെയെങ്കിലും ചെന്ന് കുറ്റിക്കാട്ടിൽ ചെന്ന് അവിടെ ചെന്നിരുന്ന് അതവിടെ ചത്ത് കിടക്കും. അപ്പോൾ അതിനെ കുറ്റിക്കാട്ടിൽ നിന്ന് കൊണ്ടുപോയി അവൻ റിട്രീവ് എന്നുള്ള വാക്ക് അത് പുറത്തേക്ക് എടുക്കുക. അതാണ് മനസ്സിലുള്ളത് പുറത്തേക്ക് എടുക്കുക. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാവും. പരീക്ഷാ ഹാളിലൊക്കെ വേഗം ഓർമ്മ വരും. അത് ഉടനെ തന്നെ എഴുതാനൊക്കെ പറ്റും. അത് നമ്മൾ പരിശീലിക്കേണ്ടതാണ്. അതിന് ഈ ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാകണം. ചിത്രം ഡീപ്പായിട്ട് ആലേഖനം ചെയ്യണം. ഞാൻ കുട്ടികളോട് പറയുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങൾ എന്തായിത്തീരാൻ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ സ്വപ്നം കാണുക. ഇങ്ങനെ ഒരു ചൊല്ല് ഉണ്ട്, യു വിൽ ബിക്കം വാട്ട് യു തിങ്ക്. അത് ഇംഗ്ലീഷിലെ ഒരു പ്രോവർബാണ്. യു വിൽ ബിക്കം വാട്ട് യു തിങ്ക്. ഞാനതിനെ കൂട്ടിച്ചേർത്ത് ഇങ്ങനെ പറയും, യു വിൽ ബിക്കം വാട്ട് യു സ്പീക്ക്, യു വിൽ ബിക്കം വാട്ട് യു ഡ്രീം, യു വിൽ ബിക്കം വാട്ട് യു ഡ്രിങ്ക്, യു വിൽ ബിക്കം വാട്ട് യു ഈറ്റ് എന്നൊക്കെ. വാട്ട് യു ഡ്രീം, അത് നമ്മൾ സ്വപ്നം കാണുക. നമ്മുടെ അബ്ദുൽ കലാമിൻ്റെ പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തായി തീരണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ സ്വപ്നം കാണണം എന്ന്. അബ്ദുൽ കലാം ഇത് എഴുതുന്നതിന് 2000 വർഷം മുമ്പ് ബൈബിളിൽ അത് എഴുതി വച്ചിട്ടുണ്ട്. 3-4 സ്ഥലത്ത് വ്യക്തമാക്കി എഴുതിയിട്ടുണ്ട്. അബ്രാഹത്തിനെ ദൈവം കടൽ തീരത്തേക്ക് കൊണ്ടുപോയി രാത്രി കാലങ്ങളിൽ. എന്നിട്ട് അബ്രാഹത്തിനോട് പറയുകയാണ്, നീ ആകാശത്തേക്ക് നോക്കിയാൽ നക്ഷത്രങ്ങൾ നിനക്ക് എണ്ണാൻ പറ്റുമോ? ഇല്ല. അത്രയും എണ്ണം അധികം മക്കളെ ഞാൻ നിനക്ക് തരും എന്ന്. അബ്രാഹം ഇടയ്ക്കിടയ്ക്ക് പുറത്തു വന്ന് ആകാശത്തേക്ക് രാത്രിയിൽ നോക്കിയിട്ടുണ്ടാവണം. ആ നക്ഷത്രങ്ങളെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മക്കളെക്കുറിച്ചുള്ളൊരു ചിന്ത അദ്ദേഹത്തിന് വന്നു കാണണം. ട്വിങ്കിൾ ചെയ്യുന്ന നക്ഷത്രങ്ങൾ ഇങ്ങനെ അദ്ദേഹത്തെ നോക്കി ഡാഡി 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 എന്ന് വിളിക്കുന്നത് പോലെയൊക്കെ അദ്ദേഹം സ്വപ്നം കണ്ടു കാണും. അതിൻ്റെ ഫലമോ ഇന്ന് ലോക ജനസംഖ്യ മുഴുവനും എന്ന് ഞാൻ പറയും അബ്രാഹത്തിൻ്റെ 2 മക്കളിൽ നിന്ന് ഉണ്ടായതാണ്. 2 മക്കളിൽ നിന്ന് ഉണ്ടായതാണ്. മുസ്ലിംസും ക്രിസ്ത്യൻസും കൂടുമ്പോൾ തന്നെ അത് വലിയ ഒരു നമ്പറായി. 80% വരുമെന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ ആളുകൾ അതും ഒരു പക്ഷേ അതിൽ നിന്ന് വന്നതായിരിക്കണം. ഈ നോഹ, മനു, അങ്ങനെയുള്ള ആ വാക്കുകളൊക്കെ ഇവിടെ മനു തന്നെയാണ് നോഹ എന്ന് ഞാൻ വിചാരിക്കുന്നു. മനൂഹ് എന്ന് മുസ്ലിംസ് പറയും. ഇത് 3ഉം ഒരൊറ്റ ആൾ തന്നെയാണെന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ ലോക ജനസംഖ്യ മുഴുവൻ അബ്രാഹത്തിൻ്റെ മക്കളാണ്. മക്കളൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് ദൈവം അബ്രാഹത്തിനോട് ഇത് പറയുന്നത്. അതുപോലെ തന്നെ കടൽ തീരത്തെ മണൽത്തരി പോലെ നിനക്ക് മക്കളുണ്ടാകും എന്നൊക്കെ പറയും. അബ്രാഹം അതൊക്കെ സ്വപ്നം കണ്ട് കാണും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിന്തിച്ച് കാണും. ഞാൻ കുട്ടികളോട് പറയുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങൾ രാത്രിയിൽ ഒരു 11:30-ക്കോ 12-ന് മുമ്പ് കിടക്കണം. എന്തായാലും 12-ന് മുമ്പ്. ഷേക്സ്പിയർ പറയുന്നതാണ്, അന്ന് തന്നെ നിങ്ങൾ ഉറങ്ങണമെന്നാണ്. ഇന്നത്തെ ദിവസം ഇന്ന് തന്നെ ഉറങ്ങണമെന്നാണ്. ഇന്നെന്ന് പറഞ്ഞാൽ 12 മണിയാകുമ്പോൾ ഇന്ന് മാറി നാളെയാകും. അപ്പോൾ അതിന് മുമ്പ് ഉറങ്ങണമെന്നാണ്.
ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഏറ്റവും അവസാനമായി ചെയ്യേണ്ട ഒരു കാര്യം, പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ആരായി തീരണം എന്ന് ആഗ്രഹിക്കുന്നുവോ ആ ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക പരീക്ഷ പാസ്സാകണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഇതാണ്. നിങ്ങൾ ആ ചിത്രം ഒന്ന് വരയ്ക്കുക. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു 1-ാം സ്ഥാനം മേടിക്കുന്നു. 1-ാം സ്ഥാനം, അപ്പോൾ ഇന്നാണ് ഫ്രാൻസ് ക്രൊയേഷ്യ ഫൈനൽ മത്സരം നടക്കുന്നത്. അപ്പോൾ അവരൊക്കെ സ്വപ്നം കാണുന്നുണ്ടാവും, ഓരോരുത്തരും സ്വപ്നം കാണുന്നുണ്ടാവും. അപ്പം അങ്ങനെ ഒരു മത്സരം നടക്കുമ്പോൾ ആ കപ്പ് വാങ്ങുന്നതും ഒക്കെ ഒരു ചിത്രം വരച്ച് അത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അത് നോക്കി അല്പം നേരം നോക്കിയിട്ട് ഉറങ്ങാൻ പോവുക. അവർ ഉറങ്ങുന്ന സമയം മുഴുവൻ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ ചിത്രം ആലേഖനം ചെയ്യും. നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ മനസ്സ് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ആ മനസ്സിനെ വർക്ക് ചെയ്യിക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം ഉറങ്ങുന്നതിന് മുമ്പ് മനസ്സിന് തൊട്ട് മുമ്പ് ഒരു ഇൻപുട്ട് കൊടുക്കുക. ആ ഇൻപുട്ട് അവിടെ ആലേഖനം ചെയ്യും എന്ന് മാത്രമല്ല, അത് കരസ്ഥമാക്കാൻ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ആത്മാവിനെയും ശക്തമാക്കുകയും ചെയ്യും. അത് ശക്തമായി തീരും. മനസ്സും ശരീരവും ആത്മാവും എന്താണോ ആ ആലേഖനം ചെയ്തിട്ടുള്ളത് അത് കരസ്ഥമാക്കാനുള്ള പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും നമ്മുടെ ഉറക്കത്തിൽ പോലും. അങ്ങനെയാണ് നമ്മൾ ശക്തി പ്രാപിക്കുന്നത്. ഇത് ഓരോ വിദ്യാർത്ഥിയും ചെയ്യണം. കുട്ടികളോട് ഞാൻ പറയും, നിങ്ങളിപ്പോൾ ചെന്നൈ IIT പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പറ്റുമെങ്കിൽ ചെന്നൈ IIT പോയി ഒന്ന് വിസിറ്റ് ചെയ്യാം. വിസിറ്റ് ചെയ്താൽ എളുപ്പമുണ്ട്, വിഷ്വലൈസ് ചെയ്യാൻ എളുപ്പമുണ്ട്. അങ്ങനെ വിസിറ്റ് ചെയ്തു വന്നു. ഇടയ്ക്കിടയ്ക്ക് ആ ചിത്രം ഓർക്കുക. അതല്ല, ഏതെങ്കിലും ഇപ്പോൾ എയിംസിൽ പഠിക്കണം എന്നാണ് ആഗ്രഹം, ഏതെങ്കിലും ഒരു എയിംസ് പോയിട്ട് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വരിക. അതിന് പറ്റിയില്ലെങ്കിൽ ഒരു പടമെങ്കിലും കാണുക. ഇപ്പോൾ നമ്മൾ നെറ്റിൽ നോക്കിയാൽ ഏത് സ്ഥാപനം വേണമെങ്കിലും നമുക്ക് കിട്ടും. ഏതെങ്കിലും ഒരു IIT, കാൺപൂർ IIT, ആ IITയുടെ സൈറ്റ് നോക്കിയാൽ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരാഴ്ചയിലൊരിക്കൽ കാൺപൂർ IIT പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി അവൻ ചെയ്യേണ്ടത് ആഴ്ചയിലൊരിക്കലെങ്കിലും ആ സൈറ്റൊന്ന് എടുത്ത് അവിടുത്തെ എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. അവൻ്റെ ഓരോ കോശത്തിലും, ബ്ലഡിൽ മാത്രമൊന്നല്ല, അവൻ്റെ ഓരോ കോശത്തിലും അവൻ്റെ ഓരോ ശ്വാസോച്ഛ്വാസത്തിലും ആ കാൺപൂർ IITയെക്കുറിച്ചുള്ള കുറേ ആശയങ്ങളുണ്ടാവും. അവൻ ഊണിലും ഉറക്കത്തിലും എപ്പോഴും ഉണർന്നിരിക്കുമ്പോഴും എല്ലാം അവൻ്റെ ചിന്ത അതായിരിക്കും. ആ ചിന്തകൾ എന്താണോ അതിനനുസരിച്ച് നമ്മുടെ ശരീരം അഡ്ജസ്റ്റ് ചെയ്യും. അതാണ് എൻ്റെ കാര്യം. നമുക്ക് ഒരു ദുഃഖകരമായ ചിന്ത വന്നാൽ ഉടനെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നില്ലേ? ശരീരം ഉടനെ അഡ്ജസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു ചിന്ത വന്നാൽ ഉടനെ നിങ്ങളുടെ മുഖത്തെ പേശികളൊക്കെ വികസിച്ചില്ലേ? നിങ്ങളുടെ ചുണ്ടുകളൊക്കെ ഉയർന്ന് പല്ല് കണ്ടു മനുഷ്യർ. അപ്പോൾ ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ ചിന്തയാണ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും നിയന്ത്രിക്കുന്നത്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന കാര്യങ്ങളാണ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ഈ ചിത്രങ്ങളൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുപോകണം. നിങ്ങൾക്ക് ജിപ്മറിൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ജിപ്മറിൻ്റെ നെറ്റ് എടുത്ത് വെച്ച് അവിടെ പോയി വരണത് നല്ലതാണ്. ഇപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ നെറ്റിൽ നോക്കി ആ പടങ്ങളൊക്കെ കണ്ട് അവിടെ എന്തെല്ലാം ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ, ഇത്തരം പ്രവൃത്തിയിൽ വ്യാപൃതനാകുക. അത് കഴിയുമെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നേ വ്യാപൃതനാകുക. ഇത് നമ്മളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാനായിട്ട് ഏറെ സഹായിക്കും. എ പിക്ചർ ഈസ് വർത്ത് 100 വേർഡ്സ്. എല്ലാം വിഷ്വലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാം തന്നെ വിഷ്വലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് പടം വരയ്ക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് കോറിയിട്ടാലും മതി ആ പടം, അല്ലെങ്കിൽ നമ്മൾ എഴുതിയിട്ടാൽ മതി. എന്നിട്ട് എഴുതി ചെയ്ത് നോക്കുക, കോറി ചെയ്ത് നമ്മളൊന്ന് കാണുക. എപ്പോഴും
ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് ഉദാഹരണങ്ങൾ ബൈബിളിലുണ്ട്. നിങ്ങൾ മോശമായ കാര്യങ്ങൾ, മോശമായൊരു പടം കണ്ടു എന്ന് വിചാരിക്കുക. ആ പടം കണ്ടാൽ ആ പടത്തിലുള്ളത് നമ്മുടെ സ്വന്തമായി തീരാനിടയുണ്ട്. അത് പിശാചിനറിയാം. അതുകൊണ്ടാണ് പിശാച് അവയോട് പറഞ്ഞത്, നിന്നോട് തിന്നരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, നീ ഇതൊന്ന് നോക്കിയേൻ. ഹൗവ നോക്കിയപ്പോൾ തിന്മാൻ നല്ലതെന്ന് കണ്ടു, അവൾ കരസ്ഥമാക്കി. കണ്ടോ, ദാവീദ് കുളക്കരയിൽ കുളിക്കുന്ന ആ മട്ടുപ്പാവിൽ നിന്ന് കൊണ്ട് കുളക്കരയിൽ കുളിക്കുന്ന ആ സ്ത്രീയെ നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളെ കരസ്ഥമാക്കി. നല്ലത് കണ്ടാൽ നല്ലത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയും അത് കരസ്ഥമാക്കാൻ കഴിയുകയും ചെയ്യും. മോശമായതാണെങ്കിൽ അതൊരിക്കലും കാണാൻ പാടില്ല. ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളൊക്കെ കുളിക്കുമ്പോൾ, അതായത് ഒരാളുടെ നഗ്നത അവരാർ തന്നെ പോലും കാണാൻ പാടില്ല എന്നാണ്. കുളിക്കുമ്പോൾ ഇങ്ങനെ കഴുത്തിൽ ഒരു സ്ക്രീൻ പോലെ ഉണ്ടാവും അത്രേ. അപ്പോൾ അവരുടെ നഗ്നത പോലും അവർ കാണുകയില്ല. ഒരാളുടെ നഗ്നത അവർ പോലും കാണരുത് എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് കാണുന്നുവോ അതൊക്കെ നമ്മൾ കരസ്ഥമാക്കും എന്നുള്ളത് കൊണ്ടാണ് അത് അങ്ങനെ ഒരു നിയമമൊക്കെ അല്ലെങ്കിൽ ഒരു രീതിയൊക്കെ അന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് അബ്രാഹത്തിനോട് ദൈവം എന്ന് പറയുന്നത്, അബ്രാഹമേ, നീ തല ഉയർത്തി നോക്ക്, കാണുന്നതെല്ലാം നിൻ്റേതാകും. അതൊക്കെ ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്, അബ്രാഹത്തിലൂടെ പഠിപ്പിക്കുകയാണ്. വേണമെങ്കിൽ അബ്രാഹത്തിന് ദൈവത്തിന് പറയാമായിരുന്നല്ലോ, അബ്രാഹം ഇവിടെ നിങ്ങളുടെ എൻ്റെ വലത് ഭാഗത്തേക്കുള്ളതൊക്കെ നീ എടുത്തോളൂ എന്ന് പറയാമായിരുന്നു. അങ്ങനെയല്ല പറഞ്ഞത്. നീ കാണുന്നത്, തല ഉയർത്തി നോക്കുക, നീ കാണുന്നതെല്ലാം നിൻ്റേതാകും. വലിയൊരു പ്രിൻസിപ്പിളാണ്. എന്ത് നിൻ്റേതാകണം എന്ന് നീ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ നോക്കി കണ്ട് മനസ്സിൽ ആലേഖനം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദൈവം നമ്മളെല്ലാം നല്ലത് മാത്രം കാണാനും നല്ലത് മാത്രം സ്വന്തമാക്കാനും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു.